ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ. അത് ചെറിയ ട്രിപ്പൊന്നുമല്ല, നമ്മുടെ ആലപ്പുഴയിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവരാദ്യമായിട്ടാണ് ഇത് കുറച്ച് പേര് നമ്മുടെ കേരളത്തിൽ വരുന്നത്. അപ്പോൾ കുറച്ച് ഗ്രൂപ്പ് നമ്മുടെ ബാംഗ്ലൂരിലാണ്, അവരവിടെ നിന്നും കുറച്ച് പേര് ഫ്രാൻസിലാണ് സെറ്റിൽ ആയേക്കണത്. അപ്പോൾ അവരവിടെ നിന്ന് അവരുടെ നാട് പോണ്ടിച്ചേരിയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ വന്ന ബസ്സൊക്കെ ലേറ്റായി, 1 hour ലേറ്റായിപ്പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിലേ വന്നായിരുന്നു. അപ്പോൾ നമ്മളൊരു 2 മാസം മുമ്പ് ബുക്ക് ചെയ്ത ഒരു പാക്കേജാണ് ആലപ്പുഴ ഹൗസ് ബോട്ടിങ്, സ്റ്റേ ഉൾപ്പെടെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും കൂടെ ഞങ്ങളൊരു ട്രാവൽസ് എടുത്ത്, ഞങ്ങൾ മൊത്തം 17 മെമ്പേഴ്സ് ഉണ്ട്, അഡൽട്ട്സ്, പിന്നെ 4 കുഞ്ഞു കുട്ടികളും ഉണ്ട്. അപ്പോൾ ഇത്രയും പേരുമായിട്ടാണ് നമ്മളുടെ ട്രിപ്പ് ആരംഭിച്ചത്. നമ്മുടെ വൈറ്റിലയിൽ നിന്ന് ആരംഭിച്ചു, നേരെ ആലപ്പുഴയ്ക്ക് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുമ്പോഴുള്ള ചെറിയ ചെറിയ കാഴ്ചകളും പിന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും നമ്മളുടെ ഹൗസ് ബോട്ടിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് കാഴ്ചവെക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളപ്പോൾ ആലപ്പുഴ നമ്മുടെ സ്പോട്ടിലെത്തി, നമ്മുടെ ഹൗസ് ബോട്ടിലേക്കുള്ള. അപ്പം നമ്മൾ ആദ്യം കാണിച്ചു തന്നത് നമ്മുടെ ഹൗസ് ബോട്ട് ഓഷ്യാനിക് ബാക്ക് വാട്ടേഴ്സാണ് നമ്മുടെ ഈ പറഞ്ഞ ഹൗസ് ബോട്ടിൻ്റെ ടീം. അപ്പോൾ അവരായിട്ടാണ് നമ്മൾ ഇന്ന് ഹൗസ് ബോട്ടിൽ നടത്താൻ പോണത്. അപ്പോൾ അവരുടെ എങ്ങനെയുണ്ട് നമ്മളുടെ എക്സ്പീരിയൻസ് എല്ലാമാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. മാക്സിമം ഒരു വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റുന്നതായിരിക്കും ഞാൻ ഇതിൽ കൊള്ളിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവരും ലഗേജൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കൊണ്ടുവന്ന ബാഗൊക്കെ ത്തോട്ട് വെച്ചു. ശരിക്കും നമ്മുടെ ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ 12 മണിയായിരുന്നു. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ഔട്ട് ടൈം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് 9 AM ഓക്കെ. അപ്പോൾ 12 മണിക്ക് എത്തേണ്ടത് നമ്മൾ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബസ്സൊക്കെ ഡിലേ ആയിപ്പോയി. പോണ്ടിച്ചേരിയൊക്കെ നല്ല ഹെവി റെയിൻ ആയതുകൊണ്ട് ചെറിയൊരു ഫ്ലഡൊക്കെ വന്നുകൊണ്ട് അവിടെ ബ്ലോക്ക് വെട്ടി. അപ്പോൾ അങ്ങനെ അവർക്കൊരു 1 hour ഡിലേ വന്നു. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 1 o'clock കഴിഞ്ഞു ഓൾമോസ്റ്റ്. എന്നാലും അവർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത്, ലേറ്റ് ആയാലും അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. നമ്മളിവിടെ ഹൗസ് ബോട്ടിലോട്ട് കയറാണ്. ഇങ്ങനെയാണ് നമ്മളുടെ എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിൽ കയറിയിട്ട് അതിൻ്റെ ഹൗസ് ബോട്ട് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് ഹൗസ് ബോട്ടിലോട്ട് കയറുന്നത്. ഞാൻ ആലപ്പുഴയിൽ പോയിട്ടുണ്ട്, എൻ്റെ പഴയ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം. ചിക്കാരി അതിലൊക്കെ ഞാൻ ചെറിയ ട്രാവൽസൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഹൗസ് ബോട്ട്. ഞാനൊരു മലയാളിയായിട്ട് പോലും ഞാൻ ഹൗസ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു, ട്രാവലിംഗ് തുടങ്ങി. ഇതാണ് ജാക്കക്കയാണ് പോണ്ടിച്ചേരിയിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന് വന്നിട്ട് പോണ്ടിച്ചേരി നമ്മുടെ അടുത്തേക്ക് വന്നേക്കണത്. അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ജാക്കക്ക ഇതിനു മുമ്പ് വന്നപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ അന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ജാക്കക്ക ഒറ്റയ്ക്കല്ല, ജാക്കക്കയുടെ ഹസ്ബൻഡും ഒരു മോളുടെ ഹസ്ബൻഡും അവരുടെ പേരക്കുട്ടികളും പിന്നെ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടും കപ്പിൾസ് ഉണ്ടായിരുന്നു. പിന്നെ ജോയ്സി ആൻറ്റീനെയൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴൊക്കെ അവരുടെ ജോയ്സി ആൻറ്റി, ലോറൻസ് അങ്കിൾ, അശോക്, വൈഫ് പൗളമി, കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു മൊത്തത്തിലൊരു വലിയ ഫാമിലി ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ ഇതാണ് സ്റ്റീഫൻ അണ്ണൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ സെയിം പേരാണ് സ്റ്റീഫൻ അണ്ണൻ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ഇവരെല്ലാം ആദ്യമായിട്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഗ്യാങ്ങിനെ കാണാൻ. കാരണം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഇവരുണ്ടാവില്ല, കാരണം ഇവർ ഫ്രാൻസിലായിരിക്കുമല്ലോ. അപ്പോൾ എന്നാലും എല്ലാവരുമായിട്ട് പെട്ടെന്ന് നമുക്ക് ഇണങ്ങിച്ചേരാൻ പറ്റി. ഗൈസ്, ഞാനൊരു വ്യൂ കാണിച്ചു തരാം മൊത്തത്തിൽ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് കയറി വരുമ്പോഴുള്ള സിറ്റിംഗ് സ്പേസ് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു കോറിഡോറാണ്, ഒരു സൈഡ് കോറിഡോറാണ്. നല്ല നീറ്റായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല, പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ നല്ല ഇൻറ്റീരിയർ വർക്കാണെങ്കിലും മേലെ ആ സീലിംഗ് ഒക്കെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഒരു പ്ലെയിൻ അല്ല. ഇവിടെ നിന്ന് നമുക്ക് ടോട്ടൽ താഴെ 4 റൂമാണ് വരുന്നത്. 1 2 3 4 അങ്ങനെ 4 റൂംസ് ഉണ്ട്. ഓരോ റൂമിൻ്റെ ബെഡ് അവർ അറേഞ്ച് ചെയ്തേക്കണം. അതായത് നല്ല ഭംഗിക്ക് ആണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിരിച്ചൊക്കെ വെക്കില്ല ബെഡ് ഷീറ്റെല്ലാം, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സീലിങ്ങും എല്ലാം നല്ല കളർഫുള്ളായിട്ട് നല്ല ലൈറ്റിങ്സ് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ്സ് ചെയ്തൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതായത് വലിയ വിശാലമായ റൂമല്ല, എന്നാൽ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള റൂമായിരുന്നു. ഓരോ റൂമും അറ്റാച്ച്ഡ് ആയിരുന്നു. ബാത്റൂം ആണെങ്കിലും എല്ലാം ക്ലീൻ ആയിരുന്നു. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഫീൽ ചെയ്തില്ല.
അത്രയും നല്ല ഇതായിരുന്നു. താഴെ തന്നെയാണ് അറ്റത്ത് കിച്ചൺ സ്പേസ് വരുന്നത്. കിച്ചൺ ഏരിയ ആണെങ്കിലും ഗൈസ് നമ്മൾ വിചാരിച്ച പോലെയല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അവർ നല്ല ഭംഗിക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ പല പ്രാവശ്യം പോയി നോക്കിയപ്പോഴും അടുക്കളയൊക്കെ നല്ല വൃത്തിക്കാണ്ട് അവർ വെച്ചോളാം. അപ്പം ഞങ്ങൾ 17 പേര് കൂടാതെ അവരൊരു 5 പേരും ഉണ്ടായിരുന്നു സ്റ്റാഫായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ. ആ കിച്ചൻ്റെ സൈഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴുള്ള ഒരു വ്യൂ നമ്മുടെ മേളിലത്തെ അപ്പർ പോർഷൻ എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് 2 റൂമുണ്ട്. ടോട്ടൽ 6 റൂംസാണ് ഇതിൽ വരുന്നത്. അതിൽ ഒരു റൂം എക്സ്ട്രാ സ്റ്റാഫിനവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ അതേ ഒരു റൂം മേളത്തെ റൂമാണ്. ഞാൻ പറഞ്ഞില്ല, ഓരോ ബെഡ് അവർ അറേഞ്ച് ചെയ്തിരിക്കണം നല്ല ഭംഗിയാണ്. ഓരോന്ന് വെറൈറ്റിയാണ്, എല്ലാം ഒരേപോലെയല്ല. ഓരോ ബെഡ് റൂമിൽ നമുക്ക് കയറി നോക്കുമ്പോഴും ഓരോ രീതിയിലാണ് അവർ ബെഡ്ഷീറ്റും എല്ലാം നല്ല നീറ്റായിട്ട് ഇട്ടേക്കണം. അപ്പം മേളിൽ നമ്മൾ കയറുമ്പോൾ റൂംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. നമുക്ക് വാഷ് ഏരിയയും പിന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട് ഓപ്പൺ ആയിട്ടുള്ള. ഓക്കെ, അതായത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ തന്നെ ഡൈനിങ് സ്പേസ് ആണെങ്കിൽ ഞാൻ വിചാരിച്ചതിനേക്കാളും ഹെവി ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർക്ക് എനിക്കൊരു 10-60 മേൽ ആൾക്കാർക്ക് ഇരിക്കാം. സൈഡിലുമൊക്കെ നിങ്ങൾക്ക് കാണാം, സൈഡിലൊക്കെ കുഷ്യനൊക്കെ ഇട്ട് ഡൈനിങ് ടേബിളും എല്ലാം. AC ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് AC ടൈമിങ് വന്നത് വൈകുന്നേരം ഒരു 6-6:30 ശേഷമാണ് AC ഓൺ ചെയ്യുക. അതുവരെ ജനലൊക്കെ ഓപ്പൺ ചെയ്ത് നല്ല കാറ്റുണ്ട് കേട്ടോ. AC ഒന്നും പകലിൻ്റെ ആവശ്യമേ ഇല്ല. ഇപ്പം AC ഉള്ള ലക്ഷറി ഉണ്ട് ബോട്ട്, പക്ഷെ നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. നമ്മൾ ഡീലക്സ് ആണ് എടുത്തത്. പക്ഷേ ഡീലക്സ് ആണെങ്കിൽ നല്ലതാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴുള്ള നമ്മുടെ ഹൗസ് ബോട്ടിൽ നോക്കുമ്പോഴുള്ള ഒരു വ്യൂ ആണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അടിപൊളി വ്യൂ ആണ് ഫ്രണ്ട്സ്. ശരിക്കും പറഞ്ഞാൽ എത്ര നേരം നമ്മൾ ഈ കാഴ്ച കൊണ്ടിരുന്നാലും നമുക്ക് മതി വരില്ല കേട്ടോ. നമ്മുടെ സമയം പോകണതറിയില്ല. കാരണം ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി നമ്മൾ ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഈ സിറ്റി ലൈഫിൽ കിടന്ന് നമ്മൾ അറിയുന്നില്ല. ഇനി ഞാൻ ഞങ്ങളുടെ റൂമൊന്ന് നിങ്ങളൊന്ന് റൂം ടൂർ പോലെ കാണിച്ചു തരാം. ജസ്റ്റ് ഇതാണ് ഞങ്ങളുടെ റൂം. എല്ലാ റൂമും സെയിം തന്നെയാണ് കേട്ടോ, വ്യത്യാസമില്ല. ആകെ ബെഡ്ഷീറ്റ് ഞാൻ പറഞ്ഞില്ലേ മടക്കിയതിൻ്റെ ഒരു വ്യത്യാസമുള്ളൂ, ബാക്കി എല്ലാം സെയിമാണ്. ഇവിടെ നമുക്കൊരു ഇതൊക്കെ സ്പേസ് ഉണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫും എല്ലാ സൗകര്യമുണ്ട്. ഒരു സൈഡിൽ നമുക്ക് ഒരു വലിയ മിറർ വരുന്നുണ്ട്. സീലിംഗ് ഒക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഭംഗിക്കാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫാനും ഉണ്ടാവും, ഒരു സീലിംഗ് ഫാനും ഉണ്ടാവും സൈഡിൽ. പിന്നെ അതുകൂടാതെ നമുക്ക് AC ഉണ്ട്. AC ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുൾ AC ഓൺ ചെയ്യുന്നത് വൈകുന്നേരം 6-6:30 ആകുമ്പോഴാണ്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അവിടെയും നമുക്കൊരു ചെറിയ ഗ്ലാസ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള നീറ്റായിട്ടുള്ള ഒരു ടോയ്ലറ്റ് തന്നെയായിരുന്നു. കുളിക്കാനുള്ള സ്പേസും എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല, നമ്മൾ കൺജസ്റ്റഡ് അല്ല, അത്യാവശ്യം സ്പേസ് ഉള്ള നല്ല വെൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ കർട്ടൻ ഒരു സൈഡ് ഗ്ലാസ് ആണ്. കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നൊരു കാഴ്ചയാണ്. എവിടെ നോക്കിയാലും വെള്ളമാണല്ലോ, പിന്നെ ആലപ്പി പോയി കഴിഞ്ഞാൽ പറയണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഹൗസ് ബോട്ടിലും കൂടിയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു ഗൈസ്. ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ട് കിച്ചണിൽ അവർ ഫുഡ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, റെഡിയായി ഓൾമോസ്റ്റ്. നമുക്കിനി അടുത്ത് ഫുഡ് കഴിക്കുക എന്നുള്ള പരിപാടി. ഞാൻ പറഞ്ഞു നമ്മൾ വന്നപ്പോൾ ലേറ്റായി, അപ്പോൾ എന്നാലും അവരുടെ ഭാഗത്തു നിന്ന് അവരെല്ലാം റെഡിയായിരുന്നു. ഞങ്ങൾ നമ്മുടെ സംഭവങ്ങൾ പാക്കിങ് ഐറ്റംസ് എല്ലാം ബാഗെല്ലാം എല്ലാവരും റൂമൊക്കെ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നു. നമുക്ക് 2 രീതിയിലുള്ള ചോറും ഉണ്ടായിരുന്നു. നമ്മുടെ കേരള റൈസും ഉണ്ടായിരുന്നു, മറ്റേ സൗത്ത് ഇന്ത്യൻ ചെറിയ റൈസും ഉണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി ഐറ്റംസ്, നമ്മുടെ സാമ്പാർ, രസം, പച്ചമോര്, അങ്ങനെയുള്ള ഐറ്റംസ്, അച്ചിങ്ങ തോരൻ എല്ലാം ഉണ്ടായിരുന്നു. ഒപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഞാൻ കൊണ്ടുവന്ന 2 ഐറ്റംസ് ഉണ്ടായിരുന്നു. ബീഫ് റോസ്റ്റും താറാവ് കറിയും ഉണ്ടാക്കിയായിരുന്നു. പിന്നെ അവരുടെ നമ്മുടെ കരിമീൻ ഫ്രൈയും ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ടുള്ള. ഞാൻ ഇവിടെ ഒരു സംഭവമുണ്ട്. നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. ഞാൻ ഈ പ്രാവശ്യം കുക്ക് ചെയ്ത് കൊണ്ടുവരികയും ചെയ്താൽ വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കാനുള്ള ടൈമില്ല. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മളുടേതായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് ഓർത്ത് ഞാൻ താറാവ് കറിയും, അവരുടെ നാട്ടിൽ താറാവിന് വാത്ത് കറി നാട്ടാ പറഞ്ഞാൽ താറാവ് കറിയും കൊണ്ടുവന്നായിരുന്നു, ബീഫ് റോസ്റ്റും കൊണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഭാഗത്തുള്ള ബാക്കി കറികളുണ്ടായി. ഇനി അതല്ല, അവരോട് പറയുകയാണെങ്കിൽ മെനുവിലും ഇല്ലാത്ത എക്സ്ട്രാ ഐറ്റംസ് പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരികയും ചെയ്യും. അതുപോലെ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ കരയ്ക്ക് എത്തിക്കുമ്പോൾ അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു കൊടുത്താൽ അവർ നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും, അത് കുക്ക് ചെയ്ത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവർ ചെയ്തു തരും. ആ രീതിയിലാണ് അവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. കാരണം രാവിലെ ഇവർ വന്നതാണ്, ഇന്നലെ രാത്രി ഇറങ്ങിയിട്ട് അവരിതേ ഫുഡൊക്കെ കഴിച്ചൊന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പോകണം. അപ്പോൾ നമുക്കിനി ഫുഡ് ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം. അപ്പോൾ
ഫ്രണ്ട്സ് പ്ലേറ്റ് ഫുള്ളും ഫില്ലായിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കരിമീൻ ഫ്രൈ, ഇത് ഇവരുടെ സ്പെഷ്യലായിട്ട് ദൂരെ കൊടുക്കുക. ടേസ്റ്റ് കരിമീൻ സ്പെഷ്യൽ നമുക്ക് ഇവിടെ ഒരു തന്നിട്ടുണ്ട്. നല്ല ഒരാൾക്ക് ഫുൾ ഒരു കരിമീൻ പീസായിട്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറിയൊക്കെ നല്ലതാണ്, எல்லாருக்கும் இஷ்டப்பட்டு. சூப்பரா இருக்கு, எல்லாமே செம்ம டேஸ்ட், நல்லா இருக்கு. எஸ்பெஷலி வாத்து கறி சூப்பர் சூப்பர். ஃபிஷ் ஃப்ரை சூப்பர் சூப்பர். எப்படி இருக்கு சாப்பாடு? சூப்பரா இருக்குதுங்க. ஸ்பெஷலி வாத்து கறி பீஃப் ரொம்ப நல்லா இருக்கு. ஃபிஷ் ஃப்ரை செம்மையா இருக்கு. நான் இன்னும் டக் கறி ட்ரை பண்ணிட்டு சொல்றேன். ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും റിലാക്സ് ചെയ്ത് നമ്മളുടെ ആലപ്പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ട് എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മളുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൗസ് ബോട്ട് ഒരു കരയ്ക്ക് എത്തിച്ചിട്ട് അവിടെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസ്, അതായത് ചെറിയ വള്ളത്തിൽ കയറി പോവുക, കയാക്കിങ്, പിന്നെ ചെറിയ ഷിക്കാരി, വഞ്ചിയിലൊക്കെ കയറി, സ്പീഡ് ബോട്ട്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കവർ ഇതിനു വേണ്ടി നമ്മളുടെ ഒരു കരയ്ക്ക് എത്തിച്ചു. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോന്ന് അതിമനോഹരം, എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, അതേപോലത്തെ ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിത് ഈ കാണുന്ന ചെറിയൊരു ബോട്ട് ഉണ്ടാകും, ഈ ബോട്ടിൽ കയറി നമ്മൾ വില്ലേജ് ഏരിയയിലോട്ട് പോവാണ്. അപ്പോൾ വില്ലേജിൻ്റെ, നമ്മുടെ ആലപ്പുഴ വില്ലേജിൻ്റെ തനതായ ഭംഗി അത് കാണാനാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ വേറെ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര രസമായിരിക്കും അവർക്ക്. അപ്പോൾ അവരിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൊണ്ട് ഞാൻ പോവാണ്. ആ കാഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ലെങ്ത്ത് കൂടണ്ടെന്ന് ഓർത്ത് അടുത്ത ഇതിലായിരിക്കും ഞാൻ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ ബെൽ ബട്ടനും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.